ഹായ്, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ ഒരു നല്ല ഡ്രൈവറാകാം എന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഇനിയും കാണാത്തവർ തീർച്ചയായും അത് കാണണം. യൂട്യൂബിൽ ഓസ്കാർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയുന്നവർക്കും പഠിക്കുന്നവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ പല വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് എങ്ങനെ ഒരു നല്ല ഡ്രൈവറാകാമെന്നുള്ളതിനെ പറ്റി പ്രതിപാദിക്കുന്ന രണ്ടാം ഭാഗം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് വർഗീസ് ജോൺ, UK സെറ്റിൽഡ് മലയാളി. കഴിഞ്ഞ 15 വർഷമായി ഞാൻ UK-യിൽ അപ്രൂവ്ഡ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, UK-യിലെ ഡ്രൈവിംഗ് സിസ്റ്റം ഇവിടെ അപ്ലിക്കബിൾ ആകുമോ എന്നുള്ളതിനെപ്പറ്റി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. ഒരു ദിവസം കൊണ്ടല്ല, ഒരു ദിവസം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം. എന്നാൽ നമുക്ക് ഇന്നത്തെ ലെസണിലേക്ക് പോകാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ലെസൺ എങ്ങനെ ഒരു സേഫ് ഡ്രൈവറാകാം എന്നുള്ളതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന രണ്ടാം ഭാഗം. ആദ്യമായി നിങ്ങളൊരു ഒരു കാറിനുള്ളിലോ ഏതൊരു വണ്ടിക്കുള്ളിലോ കയറിയിരിക്കുന്നാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വണ്ടിക്കുള്ളിൽ കയറിയിരുന്നാൽ ആദ്യം നിങ്ങളുടെ ഡോറും മറ്റുള്ള ഡോറും അടഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അത് കൺട്രോൾ പാനൽ കൂടി നിങ്ങൾക്ക് നോക്കിയാൽ കഴിയും. നിങ്ങളുടെ മുന്നിലുള്ള ആ കണ്ണാടി പോലുള്ള സാധനമാണ് കൺട്രോൾ പാനൽ. അതിലേക്ക് നോക്കിയാൽ ഡോർ അടഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാകും. നിങ്ങളുടെ ഡോർ മാത്രമല്ല, എല്ലാ ഡോറും ഇൻക്ലൂഡിങ് ദ ബാക്ക്. അത് അടഞ്ഞതിന് ശേഷം എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സീറ്റ്, ഞാനിരിക്കുന്ന ഈ ഡ്രൈവർ സീറ്റ് പല വിധത്തിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഉയർത്താനും താത്താനും മുന്നോട്ടും പുറമോട്ടും കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവർ. ഓരോ കാറിനും പല രീതിയിലുള്ള ലിവർ ആയിരിക്കും, പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ആ ലിവർ ഉയർത്തുകയോ താത്തുകയോ ചെയ്ത് നമുക്ക് കംഫോർട്ടബിളായി ഇരിക്കത്തക്ക രീതിയിൽ എല്ലാ പെഡലും അല്ലെങ്കിൽ എല്ലാ സ്വിച്ചും നമുക്ക് കയ്യെത്തും ദൂരത്ത് കാലത്തും ദൂരത്ത് എത്തുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ടോ പുറമോട്ടോ സീറ്റ് വലിച്ചിടുകയോ ഉയർത്തുകയോ താത്തുകയോ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് വളരെ കംഫോർട്ടബിളായിട്ട് സീറ്റിൽ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ക്രമീകരണം നടത്തണം എന്നർത്ഥം. അതുപോലെ ശ്രദ്ധിക്കേണ്ട, ഈ ബാക്ക് ഓഫ് ദ സീറ്റ് ആൾസോ ക്യാൻ ബി അറേഞ്ച്ഡ്. ഈ ബാക്കിലെ സീറ്റ് നമുക്ക് മുന്നോട്ടും പുറമോട്ടും കൊണ്ടുപോകാവുന്നതാണ്. അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഹെഡ് റിസ്ട്രെയിൻ എന്ന് പറയും. ഏതെങ്കിലും സാഹചര്യത്തിൽ ബാക്കിൽ കൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ബാക്കിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക് പ്രൊട്ടക്റ്റഡ് ആകാനായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഹെഡ് റിസ്ട്രെയിൻ എന്ന് പറയുന്നത് ദാറ്റ് ആൾസോ ഷുഡ് ബി ലെവൽ ഓഫ് യുവർ ഹെഡ്. അത് നമ്മുടെ തലയോട് നേരെ ചെവിയോട് ചേർന്ന് ഇരിക്കത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ സീറ്റ് അറേഞ്ച് ചെയ്തതിന് ശേഷം മിറേഴ്സാണ്. സാധാരണഗതിയിൽ 3 മിറേഴ്സ് ആയിരിക്കും ഒരു കാറിനുണ്ടാവുക. ഒരു സെൻറ്റർ മിററും 2 സൈഡ് മിററും. 2 സൈഡ് മിറർ എന്ന് പറയുന്നത് അതാണ് ലെഫ്റ്റിലെ സൈഡ് മിറർ, ഇത് സെൻറ്റർ മിറർ, ഇത് റൈറ്റ് മിറർ. ഈ 3 മിററും ചില വ്യത്യാസങ്ങൾ കാണാം. എന്താണ് നിങ്ങൾക്കതിലുള്ള വ്യത്യാസമെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഞാൻ പറയാം. സെൻറ്റർ മിറർ എന്ന് പറയുന്നത് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയാണെങ്കിൽ ഈ 2 സൈഡ് മിററും കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിളായിരിക്കും. വൈഡ് ആംഗിൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് അതിലേക്ക് നോക്കേണ്ട ആവശ്യം. അപ്പോൾ സെൻറ്റർ മിററിൽ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ദൂരവും കറക്റ്റായിട്ടുള്ള വലിപ്പവും മറ്റുള്ള വണ്ടികളെ കാണാൻ കഴിയും. സൈഡ് മിററിൽ കൂടെ നോക്കുമ്പോൾ അതേ സെയിം സാധനം
കുറേ ദൂരെയായിട്ട് കാണുകയും ചെറുതായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ ഇത് ഫാൾസ് ഇൻഫർമേഷനാണ് തരുന്നതെന്ന് അർത്ഥം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സെൻറ്റർ മിററും മറ്റ് ലെഫ്റ്റ് മിററോ റൈറ്റ് മിററോ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ സെൻറ്ററും റൈറ്റും ചെക്ക് ചെയ്യുക, ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ സെൻറ്ററും ലെഫ്റ്റും ചെക്ക് ചെയ്യുക ബിഫോർ യു സിഗ്നൽ ആൻഡ് ആൾസോ അറ്റ് ദ ടൈം ഓഫ് ടേണിങ്. സോ മിററിനെ പറ്റിയിട്ടും പറഞ്ഞത് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ആൾസോ വെരി ഇമ്പോർട്ടൻ്റ്. അതുകൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. സെൻറ്ററിലെ മിറർ 2 കൈയും കൊണ്ടും പിടിച്ച് ഫ്രെയിമിൽ പിടിച്ച് ബാക്കിലെ വിൻഡോ കവറപ്പ് ആകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതേസമയത്ത് ഈ സൈഡിലെ മിറർ പകുതി ഭാഗം ഗ്രൗണ്ടിന് ശേഷമുള്ള ഭാഗം സ്കൈയും ആൻഡ് 1/3 ഓഫ് ദ ബോഡി ഓഫ് ദ കാർ, അതായത് ഹാൻഡിലും കാണത്തക്ക രീതിയിലായിരിക്കണം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. 2 സൈഡ് മിററും 50% ഗ്രൗണ്ട് കാണണം, 50 സ്കൈ കാണണം, 1/3 ഓഫ് ദ ബോഡി ഓഫ് ദ കാർ അല്ലെങ്കിൽ ഹാൻഡിൽ കാണണം എന്നർത്ഥം. അതേസമയത്ത് സെൻറ്റർ മിറർ ബാക്കിലോ വിൻഡോ കവറപ്പ് ആയിരിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പം 3 മിറേഴ്സും സെറ്റപ്പ് ചെയ്തു, നമ്മൾ സീറ്റും അറേഞ്ച് ചെയ്തു, ഡോറും ഷട്ട് ചെയ്തു. 4ാമത്തെ സ്റ്റെപ്പ് സീറ്റ് ബെൽറ്റാണ്. സോ സീറ്റ് ബെൽറ്റ് നിങ്ങൾ മാത്രമല്ല, നിങ്ങളോട് കൂടെ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടാനായിട്ട് പറയണം. അത് എന്തിനാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും രീതിയിൽ കൊലിഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സീറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. വേറെ ഈ തെറിച്ച് പോകാനോ വേറൊരു ഡാമേജ് ഉണ്ടാവാതിരിക്കാനോ വേണ്ടിയിട്ടാണ് ഈ സീറ്റ് ബെൽറ്റിന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ധരിക്കണം. അല്ലാതെ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യല്ല വേണ്ടത്. പക്ഷേ സീറ്റ് ബെൽറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കണം. ഇങ്ങനെ ഇതിനെ നീട്ടി വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് എന്നല്ല അർത്ഥം. ഇതിനെ ഫുൾ ഹാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഫോഴ്സോടുകൂടി നിങ്ങൾ വലിച്ചാൽ ശബ്ദത്തോടുകൂടി അവിടെ നിൽക്കും. അത് എന്നുവെച്ചാൽ ആക്സിഡൻറ്റ് ഈസ് ഹാപ്പനിങ് വിത്ത് എ ഫോഴ്സ്. ഒരു ഫോഴ്സോടുകൂടി സംഭവിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളവിടെ സ്റ്റക്കായിരിക്കും. അതിനാണ് സീറ്റ് ബെൽറ്റ് ഉദ്ദേശിക്കുന്നത്. 2 ഒക്കേഷനിൽ നിങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യാം. ഒന്ന്, നിങ്ങൾ റിവേഴ്സ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ട്വിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കിത് ഒഴിവാക്കാം. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ അത് മസ്റ്റായിരിക്കണം. പിന്നീട് ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് ഇൻ ചെസ്റ്റ് ഏരിയയിൽ മെഡിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റോടുകൂടി നിങ്ങൾക്ക് സ്റ്റിൽ ഡ്രൈവ് ചെയ്യാമെന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. സീറ്റ് ബെൽറ്റ് കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ സ്റ്റെപ്പാണ് നമുക്ക് ഫ്യൂവൽ ഇനഫ് ഉണ്ടോ. ഫ്യൂവൽ നിങ്ങളുടെ വണ്ടി പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, ഇലക്ട്രിക് ആയിക്കോട്ടെ, അപ്പോൾ അതിൽ വേണ്ട രീതിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺട്രോൾ പാനൽ കൂടി നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മൂവ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. സാധാരണഗതിയിൽ നിങ്ങളത് മറന്ന് പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിയിരുന്ന് എവിടെയെങ്കിലും ധൃതി പിടിച്ച് പോകാനുള്ള ധൃതി പിടിച്ച് പോകുന്നതിനുള്ള ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് നിങ്ങൾ അതൊന്നും ചെയ്യാതെ, സീറ്റ് അറേഞ്ച് ചെയ്യാതെ, മിറർ അഡ്ജസ്റ്റ് ചെയ്യാതെ പോകുമ്പോൾ ഓൺ ദ വേയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊരു റിസ്കി ഫാക്ടറായി മാറും. അത് ആക്സിഡൻറ്റ് ഉണ്ടാകാനും ആക്സിഡൻറ്റിനെ ക്ഷണിച്ചു വരുത്താനും സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും അല്ലെങ്കിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡ്രൈവിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഓർക്കുക, അറിവാണ് നിങ്ങളുടെ ശക്തി. താങ്ക് യു.